പ്രിയപ്പെട്ടവരെ, എക്കാലഘട്ടത്തിലും അള്ളാഹു പഠിപ്പിച്ചൊരു വാക്കുണ്ട്, മറ്റേത് കർമ്മങ്ങളിൽ നിങ്ങൾ പോരായ്മ ചെയ്താലും അള്ളാഹു നിങ്ങൾക്ക് അത് പുറത്തു തരും. നിങ്ങൾ വ്യഭിചരിച്ചാലും, നിങ്ങൾ കള്ളു കുടിച്ചാലും, നിങ്ങൾ മറ്റേതെങ്കിലും തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടാലും, മോഷണം നടത്തിയാലും അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും. ഇല്ല ശിർക്ക്, പടച്ചറബിൽ പങ്കു ചേർക്കുന്ന ശിർക്കല്ലാത്തതെന്തും അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തന്നേക്കാം. വീണ്ടും മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടില്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. സ്വന്തത്തോട് തന്നെ അതിക്രമങ്ങൾ ചെയ്യുകയും പാപങ്ങൾ ചെയ്തു പോകുകയും ചെയ്തവരെ, നിങ്ങൾ ആ പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞാൽ ആ പാപം റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും. കടലിലെ പതയോളം, തിരമാലയോളം, തിരമാലകൾ സൃഷ്ടിക്കുന്ന നുരയോളം നിങ്ങൾ പാപം ചെയ്താലും ആ പാപം റബ്ബ് പുറത്തു തരും. എന്തില്ലെങ്കിൽ ഇല്ല ശിർക്ക്, നിങ്ങൾ പടച്ച റബ്ബിൽ പങ്കു ചേർത്തിട്ടില്ലെങ്കിൽ. മൽ ശിർക്ക് യാ റസൂലല്ലാഹ്, നബിയെ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകൻ ഓതിക്കൊടുത്ത ആയത്ത്, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, അല്ലാഹു അല്ലാത്ത ആളുകളോട് നിങ്ങൾ പ്രാർത്ഥിക്കല. മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, മമ്പർത്തങ്ങളെ കാക്കണേ, മുനപ്പത്തി ബീവിയെ കാക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ. മക്കളെ കിട്ടാൻ, പ്രശ്നപരിഹാരത്തിന്, സന്താന സൗഭാഗ്യത്തിന് അല്ലാഹു അല്ലാത്ത മറ്റേതെങ്കിലും സൃഷ്ടികളോട് നിങ്ങൾ പ്രാർത്ഥനയോ സുജൂദ് അർപ്പിക്കലോ അല്ലെങ്കിൽ അത് കിട്ടും എന്ന പ്രതീക്ഷയിൽ തേടുകയോ ചെയ്താൽ അത് ശിർക്കാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് അല്ലാഹുവിന്റെ ദഅവത്തുമായി ഇറങ്ങുമ്പോൾ മക്കയിലുള്ള ഭൂരിപക്ഷ മുസ്ലിമീങ്ങൾക്കും അല്ലാഹുവിനെ വിശ്വാസമുണ്ട്. കഅബാലയം അന്ന് പരിപാലിച്ചത് അബൂജഹലും അബൂലഹബും അടക്കമുള്ള ഖുറൈശ് കുടുംബ. അവരും ഹജ്ജ് ചെയ്തിട്ടുണ്ട്. രാത്രി നഗ്നരായി സ്ത്രീകൾ, പകൽ നഗ്നരായി പുരുഷന്മാർ. അവരും നമസ്കരിച്ചിട്ടുണ്ട്. കള്ളു കുടിച്ചു വന്ന് പള്ളിന്റെ മുൻപിൽ വെച്ച് നിസ്കരിക്കും. അവരേതെങ്കിലും യാത്രക്ക് പോകുമ്പോൾ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പറയും, അല്ലാഹുവേ ഈ യാത്ര എളുപ്പാക്കി തരണേ. എന്നിട്ടും ആ മക്കക്കാര് അള്ളാഹുവിൽ പങ്കു ചേർത്തവരാണ് എന്ന് അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം എന്താ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ നാട്ടിൽ ജനിച്ചു മരിച്ചു പോയിരുന്ന പുണ്യ പുരുഷനായിരുന്ന ലാത്ത എന്ന മനുഷ്യന്റെ ഖബർ അവർ കെട്ടിപ്പൊക്കുകയും ആ ഖബറിനെ കുമ്പായമിട്ട് പൊന്തിക്കുകയും ആ ഖബറിന്റെ അരികിൽ പോയി സുജൂദ് ചെയ്യുകയും ചെയ്തപ്പോ അല്ലാഹു തആല റസൂലിനോട് ഓർമ്മപ്പെടുത്തി, നബിയെ അവരോട് അത് തിരുത്താൻ പറയണം. ഖബറിന്റെ അരികിൽ പോകരുതെന്ന് പറയണം. ഖബറാളികളോട് പ്രാർത്ഥിക്കരുതെന്ന് പറയണം. ഏതെങ്കിലും ആളുകൾ മന്ത്രിച്ചൂതി കെട്ടുന്നത് വിശ്വസിക്കരുതെന്ന് പറയണം. മൻ അതാ അർറാഫൻ, അങ്ങനെ ഏതെങ്കിലും ഒരു ജ്യോത്സ്യന്റെയോ മന്ത്രിച്ചൂതി കെട്ടുന്നവന്റെയോ ഇസ്മിന്റെ പണിയെടുക്കുന്നവന്റെയോ അരികിൽ പോകുകയും അതെങ്ങാനും കയ്യിലോ കാലിലോ കഴുത്തിലോ അരയിലോ വീട്ടിന്റെ ഉത്തരത്തിലോ തൂക്കിയാൽ ഫഖദ് അശ്റക, നബിയെ അത് ശിർക്കാണെന്ന് അവരെ പഠിപ്പിക്കണം. അത് പഠിപ്പിച്ചതിന്റെ പേരിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ നാട്ടിൽ വേണ്ടരുതാത്തവനായത്, കൊള്ളരുതാത്തവനായത്. അവസാനം 10 കൊല്ലങ്ങൾക്കിപ്പുറം മദീനയിലേക്ക് നാടുവിട്ട് മദീനയിൽ നിന്നും മക്ക വിജയിച്ചടക്കി മക്കയിൽ കാലുകുത്തിയപ്പോ തന്റെ മക്ക എന്ന രാജ്യത്തെ നോക്കി പ്രവാചകൻ സഹാബത്തിന് കൊടുത്ത ആദ്യത്തെ ഉപദേശം എന്താ? കൽപ്പന, സഹാബത്തെ ഉയർന്നു നിൽക്കുന്ന നിര്യാണിയുടെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന സർവ്വ കബറുകളും ഇടിച്ചു നിരപ്പാക്കണം. തുടക്കം ലാത്തയുടെ കബറിങ്കിൽ നിന്നാവട്ടെ. അന്ന് സഹാബാക്കൾ മുഴുവൻ കബർ ഇടിച്ചു നിരപ്പാക്കി. ഇന്നും നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ ഒരു കബർ കാണാൻ പറ്റൂല, ഒരു പൊന്തിച്ച കബർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റൂല. ഹന്തക്കും ഖൈബറും മുഹദും ബദറും ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വലിയ ഔലിയാക്കന്മാർ കിടക്കുന്ന മണ്ണിൽ ഒരൊറ്റ കബർ കെട്ടിപ്പൊക്കിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റൂല. കാരണം അത് ശിർക്കാണെന്നും ഒരിക്കലും നിങ്ങൾ അതിലേക്ക് ചെല്ലരുതെന്നും ഹയ്യുൽ ഖയ്യൂമുമായ റബ്ബിനോട്, അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാവൂ എന്നുമുള്ളതാണ് ഒരു യഥാർത്ഥ നന്മയുടെ ജീവിതത്തിന്റെ വഴി. ആ വിശ്വാസത്തിന്റെ വഴിയാണ് സ്വർഗത്തിന്റെ വഴി. ബദറിന്റെ രണാങ്കണത്തിൽ 900 ശത്രു സൈന്യത്തെ മറുഭാഗത്ത് കണ്ടപ്പോ അന്ന് പ്രവാചകൻ ബദറിലെ മണ്ണിൽ കാൽമുട്ടുകളിൽ കിടന്ന് ആകാശത്തേക്ക് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലൻ തുഅബദു ഫിൽ അർളി അബദ. റബ്ബേ, ഈ ഞങ്ങളെ എങ്ങാനും നീ നശിപ്പിച്ചാൽ പിന്നെ അല്ലാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു ജനത ഈ ലോകത്ത് വേറെ ഉണ്ടാവൂലട്ടോ റബ്ബേ. അതിന്റെ അർത്ഥം എന്താ? മുഹമ്മദ് പ്രവാചകനും സഹാബത്തും അല്ലാത്ത മുഴുവൻ പേരും അള്ളാഹുവിനോടൊപ്പം മറ്റേതെങ്കിലും മരിച്ചുപോയ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ കബറാളികളെയോ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു, സഹായം തേടിയിരുന്നു, സുജൂദ് ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ബദറിന്റെ നിർണായക ഘട്ടത്തിൽ പോലും അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി റസൂൽ എന്ത് ചോദിച്ചത്? അള്ളാഹുവേ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരെ നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണം. പക്ഷേ ഇന്നും മുസ്ലിം ഉമ്മത്തിന് നേരം എടുത്തിട്ടില്ല. ഇതേതെങ്കിലും സംഘടനാ സങ്കുചിതത്തിന്റെ വർത്താനല്ലോ. ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് ആളെ കൂട്ടാൻ പടച്ചോനാരെ നിയോഗിച്ചിട്ടില്ല, നിശ്ചയിച്ചിട്ടില്ല.